ഇറാൻ-അമേരിക്കൻ സംഘർഷം ശക്തമാകുന്നതും സമാധാന ചർച്ചകൾ വഴിമുട്ടിയതും ആഗോള സാമ്പത്തിക വിപണികളിൽ വൻ തിരിച്ചടിയാകുന്നു. ഇറാനെതിരെ അമേരിക്ക സൈനിക നടപടിക്ക് മുതിർന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. WTI ക്രൂഡ് ബാരലിന് $100 ബ്രന്റ് ക്രൂഡ് $105 വ്യാപാരം നടക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഡോളർ കരുത്താർജിച്ചതോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയായിട്ടുള്ള 95.31 എത്തി. ഈ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇന്ത്യൻ വിപണിയെയും ബാധിച്ചിരിക്കുകയാണ്. പ്രീ മാർക്കറ്റ് സൂചകമായിട്ടുള്ള നിഫ്റ്റി 130 പോയിന്റിലധികം ഇടിഞ്ഞ് 23,656 എന്ന നിലവാരത്തിലെത്തി. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കൊപ്പം എണ്ണവിലയിലുണ്ടായ വർധനവും നിക്ഷേപകരെ ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് നിലവിൽ വിലയിരുത്തുന്നത്. അസംസ്കൃത എണ്ണവില ഉയരുന്നത് ഇന്ത്യയിലെ എണ്ണ വിപണന കമ്പനികളെയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നുണ്ട്. 2022 മുതൽ മരവിപ്പിച്ചിരിക്കുന്ന പെട്രോൾ, ഡീസൽ വിലകൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കമ്പനികൾ ആലോചിച്ചേക്കും. നിലവിൽ ഓരോ ദിവസവും വലിയ നഷ്ടം നേരിടുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിപണിയിലെ തിരിച്ചടി സാധാരണക്കാരായ ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ നിർബന്ധിതരാകും. അതേസമയം ഇന്ത്യയിൽ ഇന്ധനത്തിനോ അവശ്യ സാധനങ്ങൾക്കോ യാതൊരുവിധ ക്ഷാമവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഇന്ധന ഉപഭോഗത്തിൽ മിതത്വം പാലിക്കണമെന്നാണ് സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത് ക്ഷാമം കാരണമല്ല, മറിച്ച് രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കം കൂടിയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന അനൗപചാരിക മന്ത്രിമാരുടെ സംഘത്തിലാണ് 5ാമത് യോഗത്തിലായിരുന്നു രാജ്യത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ഊർജ്ജ സുരക്ഷ, വിതരണ ശൃംഖലയുടെ സുസ്ഥിരത, അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവ്, ആഭ്യന്തര വിപണിയെ ബാധിക്കാതിരിക്കാനുള്ള വഴികൾ എന്നിവ യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്തു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ രാജ്യം സുസജ്ജമാണെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും മന്ത്രാലയം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.